നമസ്കാരം. ജീവിതത്തിൽ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. എത്ര പ്രതിസന്ധി വന്നാലും അവർ അതിലൊന്നും തളർന്നു വീഴുകയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാലും വീണ്ടും ഉയർന്ന് ജീവിതത്തിലേക്ക് എത്തും അവർ. ശത്രുക്കൾ തടഞ്ഞാലും മുന്നോട്ട് തന്നെ പോകുന്ന ചില നക്ഷത്രക്കാർ. ഇതിന് പിന്നിൽ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അറിയുക, പലപ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശനിദേവൻ്റെ അനുഗ്രഹമാണ്. ജ്യോതിഷപ്രകാരം ചില രാശിക്കാരെ ശനിദേവൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും ക്ഷമ, ഇതൊക്കെയാണ് ശനിദേവന് ഇവരിൽ കൂടുതൽ ഇഷ്ടം ഉളവാക്കുന്ന അല്ലെങ്കിൽ സന്തോഷം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇന്നത്തെ അധ്യായത്തിൽ ശനിദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 5 രാശിക്കാരെക്കുറിച്ചും ആ രാശിയിൽ വരുന്ന പ്രധാന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ രാശിയോ നക്ഷത്രമോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് എഴുതാൻ കൂടി മറക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരുടെ കാര്യം പറയുമ്പോൾ പൊതുവെ ജീവിതത്തിൽ സ്ഥിരത ഇഷ്ടപ്പെടുന്നവരാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കുകയൊന്നുമില്ല, പതുക്കെ ആയിരിക്കും തീരുമാനങ്ങളിലും എത്തിച്ചേരുന്നത്. പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ വിട്ടുകൊടുക്കാത്ത രാശി കൂടിയാണ്. ശനിദേവന് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ് ഇവരുടെ ക്ഷമയും സ്ഥിരതയും. അതുകൊണ്ടാണ് ഇടവം രാശിക്കാർക്ക് ശനിയുടെ ദോഷഫലങ്ങൾ കുറവായി അനുഭവപ്പെടുന്നത്. അപ്പോൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും ശനിദേവൻ്റെ ഒരു സ്നേഹം എപ്പോഴും അനുഭവയോഗ്യമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ അല്പം വൈകിയൊക്കെ ആയിരിക്കും കയ്യിലേക്ക് ധനം വന്നു ചേരുന്നത്, എന്നാലും അത് സ്ഥിരമായി ഉണ്ടാകും. ഒരിക്കൽ നിങ്ങളിലേക്ക് ആ ധനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കും. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം. വീടും വാഹനം, ഭൂമി എന്നിവ നേടാനുള്ള ഭാഗ്യവും ശനിദേവൻ കൂടുതലായി നിങ്ങളിലേക്ക് തരുന്നുണ്ട്. അപ്പോൾ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിച്ച ഇടവം രാശിക്കാർക്ക് സാധാരണ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലായി ഏറ്റെടുക്കാനും അതൊക്കെ കൃത്യമായി ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതുമാണ്. ഇനി രണ്ടാമത്തെ രാശി ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിയാണ്. ജ്യോതിഷത്തിൽ ശനി ഏറ്റവും ശക്തനായ സ്ഥാനം ലഭിക്കുന്നതും തുലാം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു പ്രത്യേക അനുഗ്രഹവും ഈ തുലാം രാശിക്കാർക്കുണ്ടാകുന്നതാണ്. നീതിബോധമുള്ളവരാണ് തുലാം രാശിക്കാർ. ആരെയും ചതിക്കാൻ ശ്രമിക്കാത്തവരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ശനി ഇവരിൽ ഈ ഗുണങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഈ നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ സ്വയമേവ ഉള്ളതിനാൽ തന്നെ ശനിദേവൻ ഇവരെ ഒരുപാട് കടാക്ഷിക്കുന്നതാണ്. ജീവിതത്തിൽ വൈകിയാണെങ്കിൽ പോലും വിജയം ഉറപ്പാണ്. എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അവസാന സമയം ശനിദേവൻ്റെ ഒരു കൈത്താങ്ങ് നിങ്ങൾക്കുണ്ടാകും. പിന്നെ ഒരു 35 വയസ്സിന് ശേഷമായിരിക്കും സ്ഥിരമായ ജോലി, വരുമാനം, ജീവിതത്തിൽ ഒരു സ്ഥിരത വന്നു ചേരുന്നത്. അപ്പോൾ ജോലി ഉണ്ടാകും, ബിസിനസ് ചെയ്യാൻ പ്രാപ്തി ഉണ്ടാകും, സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുക, എല്ലാം പതിയെ വന്നു ചേരും. പക്ഷേ ഈ 35 വയസ്സ് വരെ ചെറിയ അലച്ചിലൊക്കെ ഉണ്ടാകും. പക്ഷേ 35 വയസ്സിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിയാണ് അടുത്തത്. ശനിദേവൻ്റെ സ്വന്തം രാശിയിൽ ഒന്നായിട്ട് വരും മകരം. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ശനിയുടെ ഒരു പ്രത്യേക സംരക്ഷണം ലഭിക്കാറുണ്ട്. മകരം രാശിക്കാരെന്ന് വെച്ചാൽ കഠിനാധ്വാനികളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഷോർട്ട് കട്ട് വഴികളൊന്നും നോക്കാത്ത ആളുകളാണ്. നേരെ വാ നേരെ പോ എന്നതാണ് ഇവരുടെ ഒരു ലൈൻ. കഷ്ടപ്പെട്ട് നേടിയ വിജയം മാത്രമേ സ്ഥിരമാകൂ എന്നത് ഇവർക്ക് ഉള്ളിൽ ബോധ്യമുള്ളതിനാൽ തന്നെ വിജയം നേടാനായിട്ട് എളുപ്പ വഴികളൊന്നും നോക്കാത്ത കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശനിദേവൻ ഇവരെ അനുഗ്രഹിക്കുന്നതാണ്. ചെറുപ്പത്തിൽ തന്നെ പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ നേരിടേണ്ടി വരും. പക്ഷേ പ്രായം കൂടും തോറും ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ചയിലേക്കും നല്ല ഒരു നിലയിലേക്കും ശനി ഭഗവാൻ കൊണ്ടുവന്നെത്തിക്കും. സർക്കാർ ജോലി ലഭിക്കും, വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഉയർന്ന പൊസിഷനുകളിൽ എത്തിച്ചേരാൻ സാധിക്കും, ഭൂമി വാങ്ങാനായി സാധിക്കും, ദീർഘകാല സാമ്പത്തിക സുരക്ഷയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വരെ ഇവിടെ ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്.
അവിട്ടം ചതയം പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ മകരം പോലെ തന്നെയാണ് കുംഭവും, ശനിയുടെ സ്വന്തം രാശിയാണ്. അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാരോടും ശനിദേവന് പ്രത്യേക ഒരു കൃപയുണ്ട്. ബുദ്ധിയും ദീർഘവീക്ഷണവും ഒക്കെ ഉള്ളവരാണ് കുംഭം രാശിക്കാർ. പലപ്പോഴും മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ പുതിയ വഴികളൊക്കെ കണ്ടെത്താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും താല്പര്യപ്പെടുന്നവരും കൂടിയാണ് കുംഭം രാശിക്കാർ. ശനിയുടെ അനുഗ്രഹം ഇവർക്കുള്ളതിനാൽ തന്നെ വിദേശ ഭാഗ്യം, വിദേശ ധനസമ്പാദ്യ യോഗം തെളിയും. ടെക്നോളജി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ വളർച്ചയുണ്ടാകും. വലിയൊരു സൗഹൃദ വലയം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ. പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു രാശി കൂടിയാണിത്. എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, അതെല്ലാം മാറും. അവസാനം വിജയം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. അതിന് ശനിദേവനും വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിയാണ്. ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ്. ഗുരുവിനും ശനിക്കും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് ശനി ഈ രാശിക്കാരോട് കടുത്ത രീതിയിലുള്ള കോപത്തിനൊന്നും പോകാറില്ല എന്നത് കൂടി മനസ്സിലാക്കണം. ആത്മീയ ചിന്തകളുള്ളവരായിരിക്കും ഈ രാശിക്കാർ. മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം എപ്പോഴും ഉണ്ട്. എങ്കിലും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഇവർക്കൊരു സഹായം കിട്ടുക എന്നത് വളരെ വിഷമമായിരിക്കും. സഹായിച്ചവർ പോലും തിരിഞ്ഞു നിൽക്കുന്നതായ അവസ്ഥകളൊക്കെ അനുഭവിക്കേണ്ടി വരും. ശനി ഭഗവാൻ ഇവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുവരും, ഇല്ല എന്നല്ല. പക്ഷേ അവസാനം ഒരു വലിയ നേട്ടത്തിലേക്ക് തന്നെയായിരിക്കും നിങ്ങളെ ശനിദേവൻ നയിക്കുന്നത്. ജീവിതത്തിൽ വളരെ വൈകിയൊക്കെ സെറ്റിൽ ഡൗൺ ആകാൻ സാധിക്കുന്ന ഒരു രാശി കൂടിയാണ്. അതായത് ജീവിതത്തിൽ മറ്റുള്ളവരെല്ലാം ഒരു നിലയിലെത്തിയാലും ഇവർ അല്പം കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടതായ അവസ്ഥയൊക്കെ സംജാതമാകും. പക്ഷേ അവസാനം വിജയം നിങ്ങൾക്ക് തന്നെയാണ്. ബഹുമാനവും സമാധാനവും ഒക്കെയുള്ള ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വന്നു ചേരുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും ശനി ഭഗവാനെ ഭയങ്കര ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ശനിദേവൻ ആരെയും വെറുതെ ശിക്ഷിക്കുന്ന ദേവനല്ല എന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് ശനി ഫലം തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർമ്മഫലദാതാവ് എന്ന് ശനി ഭഗവാനെ അറിയപ്പെടുന്നത്. അപ്പോൾ സത്യസന്ധതയും കഠിനാധ്വാനവും ക്ഷമയും ഉള്ള ആളുകളിൽ ശനി ഭഗവാൻ വളരെയധികം പ്രീതനാവുകയും ഇക്കൂട്ടരെ ഒരിക്കലും ഒരു വിധത്തിലും കൈവിടുകയില്ല. അത് ഇവരെന്നല്ല, ഏത് രാശിക്കാരെ ആണെങ്കിലും, രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെയും ആണെങ്കിലും. അപ്പോൾ ഇന്നത്തെ ഈ പറഞ്ഞിരിക്കുന്ന രാശികളിൽ നിങ്ങളുടെ രാശി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. ശനി ഭഗവാനെ ഇനി നിങ്ങൾ ഭയപ്പെടുകയല്ല. ശനി ഭഗവാൻ നിങ്ങളുടെ ഒരു സുരക്ഷാ കവചമായി കൂടെ ഉണ്ട് എന്നതും മനസ്സിലാക്കുക. ചില പ്രയാസങ്ങളൊക്കെ വരും, പക്ഷേ അവസാനം ആ പ്രയാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വിജയമായിരിക്കും. ആത്യന്തിക വിജയം നിങ്ങൾക്ക് തന്നെ സുനിശ്ചിതമായി വന്നു ചേരും. കാരണം ആ പ്രയാസങ്ങളൊക്കെ നൽകുന്ന ശനി ഭഗവാൻ നിങ്ങൾക്ക് കാവലായി കൂടെ ഉണ്ടാകും. ഇതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ശനി ഭഗവാനെ ഇനി നിങ്ങൾ ഭയപ്പെടുകയല്ല വേണ്ടത്, ഇഷ്ടത്തോടെ കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഏവർക്കും ശനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.